മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വികസനത്തിന് കൈകോർത്തവർ ഇന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കിൻഫ്ര പാർക്കിനു വേണ്ടി ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി, പടുവിലായി, കീഴല്ലൂർ ഗ്രാമങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഭൂമി വിട്ടു നൽകിയിട്ടും ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിനായി ഈ പ്രദേശങ്ങളിൽ നിന്ന് 100 കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. വികസനം വരും, തൊഴിലവസരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ പലരും സ്വന്തം കൃഷിയിടങ്ങളും സ്ഥലങ്ങളും വിട്ടുകൊടുത്തെങ്കിലും പലർക്കും പൂർണ്ണമായി നഷ്ടപരിഹാരം ലഭിച്ചില്ല. ചിലർക്ക് വളരെ കുറഞ്ഞ തുക മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഭൂമി നഷ്ടപ്പെട്ടവരും ജീവിതോപാധി നഷ്ടപ്പെട്ടവരും ഇപ്പോൾ നീതി തേടി മുന്നോട്ട് വരികയാണ്. വികസനത്തിന്റെ പേരിൽ 2019 ഭൂമി വിട്ടുകൊടുത്ത ഈ കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ഈ സംഭവത്തിൽ പ്രദേശത്തെ നാട്ടുകാരും സാമൂഹിക സംഘടനകളും സർക്കാരിനോട് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വികസനത്തിന് കൈകോർത്തവർ ഇന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി, പടുവിലായി, കീഴല്ലൂർ വില്ലേജുകളിലെ കിൻഫ്ര പാർക്കിനായി സ്വന്തം മണ്ണ് വിട്ടു നൽകിയ 500ഓളം കുടുംബങ്ങൾ മാസങ്ങളായി പ്രതിസന്ധിയിലാണ്. നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടും രേഖകൾ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. 2019 കണ്ണൂരിലെ കിൻഫ്ര വ്യവസായ പാർക്കിനായി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 1342 പേരിൽ നിന്നായി 500 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. 1076 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. എന്നാൽ ഇതിൽ 500ഓളം കുടുംബങ്ങൾക്ക് ഇന്നും നയാ പൈസ ലഭിച്ചിട്ടില്ല. കീഴല്ലൂർ, മുരിങ്ങേരി പ്രദേശങ്ങളിലെ പല കുടുംബങ്ങൾ ഇപ്പോൾ വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായി ദുരിതമനുഭവിക്കുകയാണ്. പനയത്തുംപറമ്പ് സ്വദേശി ഉഷയുടെ ജീവിതം ഇതിനൊരു നേർസാക്ഷ്യമാണ്. ഉഷയുടെ 30 സെന്റ് സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത്. 50 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കാനുണ്ട്. 7 വർഷം മുൻപ് സ്ട്രോക്ക് ബാധിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട ഭർത്താവിനൊപ്പം ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ഉഷ ഇപ്പോൾ കഴിയുന്നത്. 2 വർഷമായി. വേറെ നടപടിയൊന്നും എടുത്തില്ല. എടുക്കും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ പോകുന്നുണ്ടല്ലോ, നേരം അടക്കാം. പക്ഷെ ഇനിയും ഇങ്ങനെ നീണ്ടു പോകുകയാണെങ്കിൽ ജീവിക്കാം. ഉഷയെപ്പോലെ 100 കണക്കിന് ആളുകളാണ് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. ഷൈനിയുടെ വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. 45 സെന്റ് സ്ഥലം വിട്ടു നൽകിയ വകയിൽ ലഭിക്കേണ്ട തുക കിട്ടിയാൽ ഒരു പുതിയ കൂര കെട്ടാമെന്നായിരുന്നു ഷൈനിയുടെ പ്രതീക്ഷ. എന്നാൽ അടുത്ത മഴക്കാലത്തിന് മുൻപേ ആ സ്വപ്നം സഫലമാകുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. പുതിയ വീട് എടുക്കുന്നുണ്ട്. 10-15 ലക്ഷം ഉറുപ്പിക ലോൺ എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ അവസാനിക്കും. 2023 തന്നെ മട്ടന്നൂർ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് നഷ്ടപരിഹാരത്തിനുള്ള തുക എത്തിയെന്നാണ് സർക്കാർ മറുപടി. എന്നാൽ ഈ തുക മറ്റാവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അവർ തന്നെ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി കൊടുക്കാനുള്ള പൈസ സ്പെഷ്യൽ തഹസിൽദാരുടെ അക്കൗണ്ടിലുണ്ട്, പക്ഷേ സർക്കാർ അനുവദിച്ചിട്ടില്ല, എടുക്കാൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. ഇത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചതിന്റെ ലിസ്റ്റാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന ആവേശകരമായ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ഇനിയും വൈകരുത്. സ്വന്തം മണ്ണ് വിട്ടു നൽകിയ ഈ മനുഷ്യരുടെ കണ്ണീരിന് മറുപടി നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്.